തമിഴ്നാട്ടിൽ DA അഥവാ ക്ഷാമബത്ത വർദ്ധിപ്പിച്ച വിജയ് സർക്കാർ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിരമിച്ചവരുടെയും ആശ്രിത പെൻഷൻകാരുടെയും DA 2% വർദ്ധിപ്പിച്ചത്. ഇതോടെ നിലവിലുണ്ടായിരുന്ന 58% നിന്ന് DA 60%-ലെത്തും. അടുത്ത ജനുവരി മാസം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. സംസ്ഥാന ഖജനാവിന് 1230 കോടിയുടെ അധിക ബാധ്യതയാണ് DA വർധനയിലൂടെ ഉണ്ടാവുക. സംസ്ഥാനത്തെ 16 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, ആശ്രിത പെൻഷൻകാർ, വിരമിച്ചവർ തുടങ്ങിയവർക്ക് DA വർധനയുടെ നേട്ടം ലഭിക്കും. കേന്ദ്ര സർക്കാർ DA വർദ്ധിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെയും നീക്കമെന്ന് സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. സർക്കാർ നീക്കത്തെ അഭിനന്ദിച്ച് തൊഴിലാളി സംഘടനകളും പെൻഷൻകാരുടെ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. മെയ് 10 വിജയ് മുഖ്യമന്ത്രിയായ TVK സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നത്. സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടുപിന്നാലെ വീടുകൾക്ക് പ്രതിമാസം 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാക്കുന്ന പദ്ധതിക്ക് അദ്ദേഹം അംഗീകാരം നൽകിയിരുന്നു.